കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിയിലെ പ്രധാന താരമായി മാറിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ഇന്ത്യ അതിൽ അംഗമല്ല, പ്രധാനമന്ത്രി മോദി അതിൽ അംഗമല്ല. പക്ഷേ ക്ഷണിക്കപ്പെട്ട അതിഥിയായി അവിടെ എത്തിയ മോദിയായിരുന്നു അവിടെ ലോക നേതാക്കൾക്കിടയിലും ലോകമാധ്യമങ്ങൾക്കിടയിലുമൊക്കെ താരമായി മാറിയത്. പക്ഷേ പ്രധാനമന്ത്രി മോദി എന്തിനവിടെ എത്തി എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. അവിടെ എത്തിയത് ഒരു വമ്പൻ ലക്ഷ്യവുമായിട്ടാണ്. കാരണം ഇന്ത്യയുടെയും ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെയും യൂറോപ്പിൻ്റെയൊക്കെ ഒരു വലിയ സ്വപ്നമായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, അതായത് റെയില്, റോഡ്, അതുപോലെ തന്നെ സമുദ്ര വഴിയുള്ള ഗതാഗതം, ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് ശക്തമായി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പിന്തുണയ്ക്കായിട്ടാണ് എത്തിയത്. ഏതായാലും വികസിത രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ G7 ഉച്ചകോടി ഇതിന് പൂർണ്ണ പിന്തുണ നൽകി. ഇന്ത്യയും സൗദിയും യൂറോപ്പും US അടങ്ങുന്നതാണ് പുതിയ ഈ റോഡ്, കടൽ, സമുദ്ര ഗതാഗത മേഖല, ഗതാഗത ശൃംഖല. ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായിട്ടാണ്. ഇവിടെ ഈ G7 പങ്കെടുത്ത രാജ്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ചൈനയെ ദ്രോഹിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഇത്തരം ഒരു ഇടനാഴി, അതായത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി സൗദി അറേബ്യ വഴി യൂറോപ്പ് US പോകുന്ന ഒരു ഇടനാഴി അത്യന്താപേക്ഷിതമാണ്. വികസിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾക്ക് അത് ഒരുപാട് ഗുണപ്രദമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ താല്പര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറയുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത് വെറും ഫോട്ടോ സെഷനിൽ പങ്കെടുക്കാനല്ല, പകരം ഒരു വലിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ പിന്തുണ തേടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.